ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ട് 3 മണിക്കൂർ നേരമായി. ഷൈൻ പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ ഓരോന്നായി ന്യൂസ് മലയാളം അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഓടി രക്ഷപ്പെട്ടത് പോലീസാണെന്ന് അറിയാതെയാണെന്നും ആക്രമിക്കാൻ വന്ന ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഓടിയതെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. രാസലഹരി ഉപയോഗത്തിലെ ചോദ്യത്തിൽ താൻ അത് ഉപയോഗിക്കാറില്ല എന്നാണ് ഷൈൻ മൊഴി നൽകിയത്. എന്നാൽ പോലീസ് ഷൈനെ രാസലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കും. സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ടെന്നും അവരെ ഭയക്കുന്നുണ്ടെന്നും ഷൈൻ മൊഴി നൽകി. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്നൊന്നായി വരികയാണ്. എന്തായാലും ലഹരി പരിശോധനയ്ക്ക് തയ്യാറാവുകയാണ് പോലീസ്. അത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഇതൊരു ലഹരി പരിശോധനയാണെന്ന് പറയാൻ കഴിയില്ല. ഒരു റൊട്ടീൻ പരിശോധനയിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഈ ഘട്ടം വരെ പോലീസ് എടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രസകരമായ ഒരു ചോദ്യം ചെയ്യലായിരുന്നു നടന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കാരണം ഷൈൻ പറയുന്ന മറുപടികൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ഷൈൻ്റെ ഭാഗത്ത് നോക്കിയാൽ അത് ശരിയാണ് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒന്ന്, ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഷൈനോട് ചോദിച്ചു, ഷൈൻ എന്തിനാണ് നിങ്ങൾ ഈ പോലീസുകാരെ കണ്ടപ്പോൾ ഓടിയത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഷൈൻ സ്വാഭാവികമായി, സാറേ എൻ്റെ ജീവനും കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ ഓടിയത്, ആ ഓട്ടം അമ്മാതിരി ഓട്ടമായിരുന്നു എന്നുള്ളതാണ് ഷൈൻ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ജീവനും കയ്യിലെടുത്ത് ഓടിയതെന്ന് പറഞ്ഞപ്പോൾ ഈ വന്ന ആളുകളെ കണ്ടാൽ ഇവർ പോലീസുകാരാണെന്ന് തോന്നില്ല, ഇവർ ഗുണ്ടകളാണെന്ന് കരുതിയാണ് താൻ ഓടിയത്. കാരണം തന്നെ ആക്രമിക്കാൻ വന്ന ആളുകളാണ്, അങ്ങനെ കരുതിയാണ് താൻ ഓടിയത്. ഈ വന്ന ഒരു ആളെയും കണ്ടാൽ പോലീസാണെന്ന് തോന്നില്ല, നിങ്ങൾ തന്നെ പറയൂ, ആ വന്ന ആളുകളെ കണ്ടാൽ പോലീസാണെന്ന് പറയുമോ, നിങ്ങൾ തന്നെ പറയാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾക്ക് ചിരി വന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തൊട്ടടുത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ ആളുകൾ ആക്രമിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്, എനിക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ട്, അത് ഞാൻ വളർന്നു വരുന്നത് ഇഷ്ടമല്ലാത്ത ചില ആളുകൾ ശത്രുക്കളാണ്, ആ ശത്രുക്കൾ എന്നെ അപായപ്പെടുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് തന്നെ അവരാരെങ്കിലും എന്നെ ആക്രമിക്കാൻ വിട്ട ഗുണ്ടകളാണെന്ന് കരുതി ഞാൻ ഓടുകയായിരുന്നു, പോലീസായിരുന്നെങ്കിൽ ഞാൻ സഹകരിക്കുമായിരുന്നു. അപ്പോൾ ഷൈൻ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനോട് ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കാറില്ല. രാസലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. രാസലഹരി ഞാൻ ഉപയോഗിക്കാറില്ല, മാത്രമല്ല നിരോധിത ലഹരി മരുന്നുകളൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഷൈൻ ഒരു പരിശോധനയ്ക്ക് വിധേയമാണോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശോധിക്കാം, എന്നാൽ നമുക്ക് പരിശോധനയിലേക്ക് പോയാലോ ഷൈൻ എന്ന് ചോദിച്ചു. എന്നാൽ പരിശോധനയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും പോലീസുകാർ ഇപ്പോൾ പരിശോധന വേണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഷൈൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. 3 മൊബൈൽ ഫോണുകൾ ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു മൊബൈൽ ഫോണാണ് പ്രധാനമായിട്ടും ഇന്ന് ഷൈൻ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഷൈൻ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആ 2 മൊബൈൽ ഫോൺ കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്, ആ 2 മൊബൈൽ ഫോൺ എൻ്റെ അച്ഛനും അമ്മയുമാണ് ഉപയോഗിക്കുന്നത്, ആ പപ്പയും മമ്മയും ആണ്, അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുണ്ട്, നിങ്ങൾ വിളിച്ചു നോക്കിക്കോളൂ, ആ മൊബൈലിൽ വിളിച്ചാൽ അതിന് മറുപടി കിട്ടുമെന്നുള്ളതായിരുന്നു. എന്തായാലും പോലീസ് കഴിഞ്ഞ 1 മാസത്തെ ഷൈനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. ആ ശേഖരിച്ച വിവരങ്ങളിലൊന്നും തന്നെ ഷൈൻ അതിനോടൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു മറുപടി ഉണ്ടാകുന്നത്. മറ്റൊന്ന് ഷൈൻ പറഞ്ഞത്, ഞാൻ മുൻപൊരു കേസിലകപ്പെട്ടിരുന്നു, ആ കേസ് എന്നെ കുറ്റമുക്തനാക്കി, അന്ന് ഇതേ പോലീസ് തന്നെ ആയിരുന്നില്ലേ, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ലോ എന്നുള്ളതായിരുന്നു ഷൈൻ്റെ ചോദ്യം. ഇടയ്ക്കൊക്കെ പോലീസിനോട് കയർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അന്വേഷണത്തോടെ ഷൈൻ പൂർണ്ണമായും സഹകരിച്ചു എന്നുള്ളതാണ് പോലീസുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാസലഹരി ഷൈൻ ഉപയോഗിക്കുന്നതായി പോലീസ് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിശോധന വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എറണാകുളത്തെ 3 അസിസ്റ്റന്റ് കമ്മീഷണർമാരാണ്. ഒന്ന് എറണാകുളം സെൻട്രലിലെ അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട് ജയകുമാർ, മറ്റൊന്ന് എറണാകുളം സൗത്തിലെ അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്, കൂടാതെ നർക്കോട്ടിക് സെല്ലിലെ അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്. അങ്ങനെ 3 പേര് ചേർന്നുകൊണ്ടാണ് ഷൈനെ ചോദ്യം ചെയ്തത്. ഇതിൽ പലരും CA ഉണ്ടായിരുന്നു, SIമാരടങ്ങുന്ന സംഘമുണ്ടായിരുന്നു, ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ ഡാൻസ് ഓഫിൽ അന്ന് ഷൈൻ്റെ പിടികൂടാൻ വന്ന 2-3 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ടാണ് ഷൈൻ പറയുന്നത്, ഇവരെയൊക്കെ കണ്ടാൽ പോലീസുകാരാണെന്ന് തോന്നുമോ, ഇവരൊന്നും യൂണിഫോം ഇട്ടിട്ടില്ല, ഇവരൊക്കെ വന്നത് ഗുണ്ടകളെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു, ഞാൻ സ്വാഭാവികമായും ഞാൻ ഭയന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളതായിരുന്നു. പക്ഷേ പോലീസ് അവിടെ അന്വേഷിച്ചു വന്നത് ഷമീർ എന്ന് പറയുന്ന ഒരാളെ അന്വേഷിച്ചായിരുന്നു പോലീസ് വന്നിരുന്നത്. പക്ഷേ അയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞുമില്ല. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഷൈൻ്റെ ഈ ഓട്ടവും ബഹളവും എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഷൈനെ ചോദ്യം ചെയ്യണമെന്ന് ഡാൻസ് ഓഫ് സംഘം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനൊക്കെ ഷൈൻ പറഞ്ഞ മറുപടി, ജീവനും കയ്യിൽ വെച്ച് ഓടിയ ഓട്ടമാണ്, ജീവൻ തിരികെ കിട്ടിയത് സുഹൃത്തിനെ കണ്ടപ്പോഴാണ് ജീവൻ തിരികെ കിട്ടിയെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞത്. അതുവരെ എന്നെ ആരോ ഫോളോ ചെയ്യുന്നു, എന്നെ ആരോ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോഴാണ് പോലീസുകാർ ചോദിക്കുന്നത്, എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, രാസലഹരി
വല്ലതും ഉപയോഗിച്ചിരുന്നു എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഷൈൻ മറുപടി പറയുന്നത്, ഞാനങ്ങനെ ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല, രാസലഹരിയോ നിരോധിത ലഹരിയോ ഞാനൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു മറുപടി വന്നത്. എന്തായാലും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. പോലീസ് വാഹനമൊക്കെ ഇവിടെ തയ്യാറായി കിടക്കുന്നുണ്ട്. അങ്ങനെ പരിശോധന വരികയാണെങ്കിൽ അതൊരു റുട്ടീൻ ചെക്കപ്പ് എന്നുള്ള പേരിലായിരിക്കും പോലീസ് നടത്തുക. കാരണം ഇത്രയും നേരം ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്താണല്ലോ. ഷൈൻ ടോം ചാക്കോ ആളുകൾ അറിയപ്പെടുന്ന ഒരു നടനും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പോലീസ് ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് അതിനകത്ത് വെച്ച് ആക്രമിച്ചെന്ന് ഇനി മറ്റേതെങ്കിലും പരാതി കൊടുക്കുമോ അങ്ങനെയൊക്കെ പോലീസിന് എഴുതി ചേർക്കാം. അല്ലെങ്കിൽ പോലീസിന് അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ഒരു പരിശോധന ആക്കി കൂടായികയുമില്ല. ശരി സഹിൻ, എന്തായാലും